നമസ്കാരം. നമ്മുടെ എറണാകുളത്ത് കാക്കനാടിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് വന്ന പൂക്കാട്ടുപടി എത്താം. പൂക്കാട്ടുപടിയിൽ ഒരു നല്ല അടിപൊളി പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺസിന് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം ചോദിക്കാം, നമുക്ക് പ്രായമൊന്നും ആയില്ലല്ലോ, എന്തിനാ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലാറ്റ്? നമ്മളെല്ലാം പ്രായമാവുന്ന കൂട്ടത്തിലല്ലേ? പ്രായമാവുന്നത് നോർമൽ പ്രോസസ്സാണ്. അപ്പം സീനിയർ സിറ്റിസൺസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്. ഈ സീനിയർ സിറ്റിസൺസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേന് അതിനെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കും. നമ്മൾ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ഫ്ലാറ്റിലോട്ട് കയറുമ്പോൾ മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും സീനിയർ സിറ്റിസൺസിന് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും സ്മാർട്ട് ലോക്ക്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്ലാറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും, ഫ്ലാറ്റ് നമ്പേഴ്സ് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന എന്തെങ്കിലും ചിലപ്പോൾ ഒരു ചെടിച്ചട്ടി ആയിരിക്കാം, ചിലപ്പോൾ ഒരു രൂപമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും വെച്ച് നമ്മുടെ മനസ്സിലാവും ഇതാണ് എൻ്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞ് കയറാൻ പറ്റുന്ന ഒരു ഫ്ലാറ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ്ലി വീൽ ചെയർ ആക്സസ് ഉള്ളതാണ്. ഈ ഫ്ലാറ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റ് എല്ലാ ഏരിയാസിലും തന്നെ വീൽ ചെയർ ആക്സസ് ഉള്ളതാണ്. നമ്മൾ അകത്തോട്ട് കയറുമ്പോഴാണെങ്കിലും വീൽ ചെയർ ആക്സസ് ഉള്ളതാണ്. ഡോറിനാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വീതി കൂടുതലാണ്. ഇത് ഡോറിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ തന്നെയും വളരെ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ കയറി വന്നാൽ തന്നെ ഇവർക്കുള്ളത് 1 ബെഡ്റൂം, 1.5 ബെഡ്റൂം, 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഒരു കിച്ചണേറ്റ്സ് ഉണ്ടാവും. ഒരു ചെറിയ സ്പേസ് ആണ്. നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇൻഡക്ഷൻ കുക്കറാണ്, ഗ്യാസ് കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറുണ്ട്, ഒരു ചെറിയ റെഫ്രിജറേറ്റർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ ഇവിടെ ഉണ്ടാക്കാമായിരിക്കും. ബിരിയാണിയോ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കുക്കിങ്ങിന് പോസിബിൾ ആയിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കയറി വരുന്നിടത്ത് തന്നെ ഒരു ടെലിവിഷനുണ്ട്. ഇത് നമുക്ക് ലിവിങ് റൂമിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ടെലിവിഷനാണ്. അതേപോലെ തന്നെ 2 ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൽ ടെലിവിഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു ബെഡ്റൂം കൂടെ ഉണ്ട്, ആ ബെഡ്റൂമിൽ ടെലിവിഷൻ ഉണ്ടാവില്ല, മാസ്റ്റർ ബെഡിൽ ടെലിവിഷൻ ഉണ്ടാവും. വീൽ ചെയർ ആക്സസിബിൾ ആണെന്ന് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും എല്ലാ ഡോർസിനും തന്നെ നല്ല വീതിയുള്ളതാണ്. കാരണം വീൽ ചെയറുമായിട്ട് വരാനായിട്ടും പ്രായമുള്ളവർക്ക് നടന്ന് കയറാനായിട്ടുള്ള സൗകര്യത്തിനാണ്. പിന്നെ ബാത്റൂംസ് ആണെങ്കിൽ പോലും വീൽ ചെയർ ആക്സസിബിൾ ആണ്. സ്ലൈഡിങ് ഡോർസ് ആണ്. ഇതിനാണെങ്കിലും നല്ല വീതിയാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വീതിയുണ്ട്. നമുക്ക് ഇരുന്ന് കുളിക്കാനുള്ള ഫെസിലിറ്റീസ് ഇതിനകത്തൊന്നും തന്നെ ഇരുമ്പെന്ന് പറഞ്ഞ സാധനം ഡയറക്റ്റ്ലി ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ ഇരുന്ന് ഷവർ ചെയ്ത് കുളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിഫോൺ ഷവർ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇരിക്കാനും എഴുന്നേക്കാനുമായിട്ടുള്ള ഇപ്പോൾ പിടിച്ചെഴുന്നേക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ടോയ്ലറ്റ് സീറ്റ്സിൻ്റെ 2 സൈഡിലാണെങ്കിലും റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു പാനിക് ബട്ടൺ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പാനിക് ബട്ടൺ ടോയ്ലറ്റിനകത്ത് ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പാനിക് ബട്ടൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ബെഡ് ആണെന്നുണ്ടെങ്കിലും മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിക്കുന്നത് സീനിയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇവിടെയാണെങ്കിൽ 2 ഇൻ്റർകോംസ് ഉണ്ട്. ഇവിടെ ഒരെണ്ണം ഇവിടുത്തെ ജനറൽ സർവീസസിനായിട്ടുള്ളതാണ്. അതായത് റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കുക. റെസ്റ്റോറൻറ്റ് ഉണ്ടാവും കേട്ടോ, അത് പറഞ്ഞപ്പോഴാണ്. റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് റിസപ്ഷൻ ഉണ്ടാവും. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും. ഒരു ക്ലിനിക്ക് ഉണ്ടാവും. അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാവും. ട്വൈസ് ഇൻ എ വീക്ക് ഡോക്ടർ വിസിറ്റ് ഉണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡ് ഡോക്ടേഴ്സ് വരുന്നതാണ്. രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ഇവർക്ക് ടൈപ്സ് ഉണ്ട് താനും. അതേപോലെ തന്നെ ഒരെണ്ണം ഞാൻ പറഞ്ഞായിരുന്നു, റെസ്റ്റോറൻറ്റ് സർവീസിനായിട്ടൊക്കെ നമുക്ക് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ് ഈ ഒരു ഫോൺ. ഇപ്പോഴത്തെ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ക്ലിനിക്കിലേക്ക് വിളിച്ച് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാനുള്ള. ഇവിടെ ഉണ്ട് ഒരു പാനിക് ബട്ടൺ. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമാണ്, നമുക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റെഡ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ എത്തിക്കോളും. അതുപോലെ തന്നെ നമ്മൾ ബെഡിലിരിക്കുമ്പം തന്നെ നമുക്ക് കാണാനായിട്ട് ഒരു ടി വി ഉണ്ട്. ബെഡ്റൂമിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു, മാസ്റ്റർ ബെഡ്റൂമിൽ. അതിന് വീഡിയോ കോൺഫറൻസ് ഫെസിലിറ്റീസ് ഉള്ളതാണ്, വീഡിയോ ഫെസിലിറ്റീസ് ഉള്ളതാണ്. നമുക്കിപ്പം വീഡിയോ കോൾ ചെയ്യുകയാണ്, ആരെങ്കിലും വീഡിയോ കോൾ ചെയ്യുകയാണ്, മക്കളൊക്കെ വേറെ എവിടെയെങ്കിലുമാണ് താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനായിട്ടും വീഡിയോ കോൾ ചെയ്യാനായിട്ടുള്ള വീഡിയോ ഫെസിലിറ്റീസും കൂടെ ഉള്ള വെബ് ക്യാമോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ക്യാമും കൂടെ ഉള്ള ഒരു ടെലിവിഷനാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വീൽ ചെയർ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ അപ്പാർട്ട്മെൻറ്റിനും ഒരു വീൽ ചെയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഫർണിഷിങ് എല്ലാം കാണുന്നത് തന്നെ ഇത് ഫർണിഷ് ചെയ്ത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ബാൽക്കണി ഉണ്ടാകുന്നതാണ്. അതുകൂടാതെ ഒരു തെറാപ്പി പൂളുണ്ട്. അതിൽ ജാക്കൂസി ഒക്കെ ഉള്ളതാണ്. തെറാപ്പി പൂളിൻ്റെ ആ പൂൾ ഡെക്ക് വരെയും നമുക്ക് വീൽ ചെയറിൽ ആക്സസിബിൾ ആവുന്നതാണ്. അതൊന്നും കൂടാതെ കോമൺ അമ്യൂണിറ്റീസിൽ ഈ തെറാപ്പി പൂൾ എന്ന് പറയുന്നതും കോമൺ അമ്യൂണിറ്റീസിനകത്ത് വരുന്നതാണ്. അതൊന്നും കൂടാതെ ക്ലിനിക്കുണ്ട്, റിസപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു കഫറ്റീരിയ ഉണ്ടാവും, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, ഒരു പ്രോപ്പർ റെസ്റ്റോറൻറ്റ്, ഒരു നല്ലൊരു പ്രോപ്പർ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ജോഗിങ് ഏരിയ ഉണ്ടാവും. പിന്നെ ഒരു പാർക്ക് ഉണ്ടാവും. പിന്നെ ഇത് കൂടാതെ കുറേയേറെ അമ്യൂണിറ്റീസ് ഉണ്ട്, സലൂണുണ്ട്, അങ്ങനെ കുറേയേറെ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ചാൽ മതി. സകല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം എറണാകുളത്ത് തന്നെയാണ്,
സീനിയർ ലിവിങ്ങിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വിളിക്കുക.